തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് കൊലപാതകത്തിൽ ഒട്ടകം രാജേഷ് ഉൾപ്പെടെ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ. നെടുമങ്ങാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു സുധീഷിന്റെ അമ്മ ലീലയുടെ ആവശ്യം. കൊട്ടേഷൻ കൊടുത്താണ് എൻ്റെ മോനെ കൊന്നത്. കൊട്ടേഷൻ കൊടുത്താണ് കൊന്നത്. എൻ്റെ മോനെ എന്തിനാണ് കൊന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ രണ്ട് മണിക്ക് ശേഷമാണ് എൻ്റെ മോനെ കൊന്നത്. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ പിന്നെ എന്ത് കാരണമാണെന്നും ഏത് കാരണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഇവനെയൊക്കെ 11 പേരെയും എല്ലു തൂക്കിക്കൊല്ലണം. എൻ്റെ മനസ്സ് തുടിക്കും കണക്ക് അവൻ്റെയൊക്കെ അമ്മേരെയും അച്ഛൻ്റെയും അനിയത്തിമാരെയും ഹൃദയം ഇതേപോലെ നീറണം എന്നാണ് ഞാൻ പറയണത്. എനിക്ക് വിഷമമുണ്ട് എൻ്റെ മോനെ കുറിച്ച്. എൻ്റെ മോൻ എൻ്റെ ഭർത്താവ് എൻ്റെ മൂത്ത മൈ സുധീഷ് മരിക്കുന്ന സമയത്ത് 13 വയസ്സായിരുന്നു. ഈ 13 വയസ്സ് ഞാൻ ചാണാൻ ചേർന്നാണ് എൻ്റെ 3 മക്കളെ ഞാൻ ചോദിച്ചത്. എനിക്ക് പറയാൻ മാതൃകാപരമായ വിധിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഡി ഗീനാകുമാരി പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. ഗുണ്ടകളായിട്ടുള്ള കുറേ പ്രതികൾ പട്ടാപ്പകല് ഒരു വീടിനകത്തിട്ട് ഒരാളെ വെട്ടിക്കൊന്ന് കാലും ഒക്കെ വെട്ടിയെടുത്തുകൊണ്ട് പോയ ശേഷം പിന്നീട് സാക്ഷികളെ സ്വാധീനിച്ച് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഇനി അത് നടപ്പില്ല എന്ന വലിയ മെസ്സേജാണ് ജുഡീഷ്യറിക്ക് വേണ്ടി ഇവിടുത്തെ സ്പെഷ്യൽ ജഡ്ജി എ ഷാജഹാൻ ഇന്ന് സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, നടത്തിയ ഗുണ്ടാക്കുടുംബക്കയിലുണ്ടായ അതിക്രൂര കൊലപാതകം, കൊന്നിട്ട് മനുഷ്യം തീരാതെ കാലടക്കം വെട്ടിയെടുത്ത് റോഡിൽ വലിച്ചെറിഞ്ഞ കാഴ്ചകളടക്കം കേരളം കണ്ടതാണ്. വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഹേലി, ശിക്ഷാവിധിന്മേലും കാര്യമായിട്ടുള്ള വാദപ്രതിവാദം നടത്തിയ ശേഷമാണ് ഇന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് SC കോടതി പോത്തൻകോട് സുധീഷ് കൊലപാതക കേസിൽ വിധി പറഞ്ഞത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് കേരളം ഞെട്ടിയൊരു ക്രൂര കൊലപാതകമായിരുന്നു പോത്തൻകോട് സുധീഷ് കൊലപാതകം. ഗുണ്ടാപ്പകയുടെ പേരിൽ എതിർ സംഘം സുധീഷ് ഒളിവിൽ താമസിച്ചിരുന്ന വീട്ടിലേക്ക് എത്തി അവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും ശേഷം കാല് വെട്ടിയെടുത്ത 40 മീറ്റർ അധികം ദൂരമുള്ള പൊതുസ്ഥലത്ത് വന്ന് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ വന്ന് വലിച്ചെറിയുകയുമായിരുന്നു. ഈ ക്രൂരത അടക്കമുള്ള കാര്യങ്ങളാണ് ശിക്ഷാവിധിയിലെ വാദത്തിന്മേലും പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പ്രോസിക്യൂഷൻ ശിക്ഷാവിധിയിൽ വാദിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ 1-ാം പ്രതി സുധീഷ് ഉണ്ണിയും അതേപോലെ തന്നെ ഒട്ടകം രാജേഷ് ഉൾപ്പെടെയുള്ള 9 പ്രതികൾക്ക് ആദ്യത്തെ 9 പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അതിൽ തന്നെ ഒട്ടകം രാജേഷ് 18 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അതിൽ 3 കൊലപാതക കേസുകളാണ്. മാത്രവുമല്ല, അതുകൊണ്ട് തന്നെ 1-ാം പ്രതി സുധീഷ് ഉണ്ണിക്കും 3-ാം പ്രതി ഒട്ടകം രാജേഷിനും വധശിക്ഷ നൽകണം, അതിൽ ലൈഫ് നൽകണം, ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ കോടതിയാകട്ടെ അതിൽ 11 പ്രതികളെയും, അതായത് ഈ കേസിന്റെ രീതി, അതിനുശേഷമുള്ള ഇവരുടെ ആഘോഷം, ഈ പ്രതികളുടെ ഗൂഢാലോചന, ആയുധം കൈവശം വെക്കൽ തുടങ്ങിയ വകുപ്പുകൾ അതടക്കം കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ടുമാണ് മുഴുവൻ പ്രതികൾക്കും ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, 1 ലക്ഷം രൂപ വീതം ഈ കേസിലെ കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണമെന്നുള്ള കാര്യം കൂടി ഇന്നത്തെ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ശരി, ഗുണ്ടാക്കുടിപ്പകയിൽ അരുംകൊലയിൽ 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര SC കോടതി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.